വയനാട് വെള്ളാരംകുന്നിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ജെൻസന്റെ മൃതദേഹം ജെൻസന്റെ വീട്ടിലെത്തിച്ചു. ആണ്ടൂർ നിത്യസഹായ മാതാപള്ളി സെമിത്തേരിയിലാണ് വൈകിട്ട് സംസ്കാരം നടക്കുക. വിശദാംശങ്ങളുമായി അനൂപ് KR ചേരുന്നു. അനൂപ്, വികാരനിർഭരമായ ഒരു കാഴ്ച തന്നെയായിരിക്കാം അവിടെ കാണാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം സങ്കടകരമായ ഒരു അവസ്ഥ. അപ്പുറത്ത് ശ്രുതി ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്ന് ഇപ്പോഴും നമുക്കൊന്നും പ്രവചിക്കാനോ പറയാനോ പറ്റാത്ത ഒരു സാഹചര്യം. ചോദിക്കാൻ പോലും പറ്റുന്നില്ല അനൂപിനോട് എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. അതെ, ശ്രുതിയുടെ കൈപിടിച്ച് എക്കാലവും ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പ് ബാക്കിയാക്കി ജെൻസനെ വിട ചൊല്ലുകയാണ് ജെൻസന്റെ പ്രിയപ്പെട്ട നാട്. ആ മഹാസ്നേഹത്തിന്റെ യൗവനം മടങ്ങുകയാണ്. അല്പസമയം മുൻപാണ് ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ആണ്ടൂരിലെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനു മുൻപ് പൊതുദർശനമായിരുന്നു. ആദ്യം ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ജെൻസന്റെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടുകൂടി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശ്രുതി ചികിത്സയിൽ കഴിയുന്ന വാഹനാപകടത്തിൽ ശ്രുതിക്ക് പരിക്കേറ്റിരുന്നു. ശ്രുതിയുടെ കാലിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസമാണ് ശസ്ത്രക്രിയ നടന്നത്. അവിടേക്ക് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച് ശ്രുതിക്ക് അവസാനമായി ജെൻസനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. അവിടെ വെച്ച് നടക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു ശ്രുതി. അപകടത്തെ തുടർന്ന് ശസ്ത്രക്രിയ പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വളരെ വൈകാരികമായി ശ്രുതി ജെൻസനെ അവസാനമായി ഒരു നോക്ക് കണ്ടത്. ആണ്ടൂരിലെ ഒരു ജെൻസനെ വീടിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചത്. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം പൊതുദർശനത്തിന് ജെൻസന്റെ മൃതദേഹം വെച്ചു. അവിടെ നാട്ടുകാർ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഉൾപ്പെടെ, വിവിധ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അവിടേക്ക് ഒരു നോക്ക് കാണാൻ, വിട ചൊല്ലാൻ, ജെൻസനോട് വിട പറയാൻ, പ്രിയപ്പെട്ട ജെൻസനെ ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തിയത്. അതിനുശേഷം ജില്ലാ കളക്ടർ മേഘശ്രീ ഉൾപ്പെടെ അവിടേക്ക് എത്തിയിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജെൻസനെ കാണാൻ അവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ജെൻസന്റെ ആണ്ടൂരിൽ തന്നെയുള്ള അതിന് പൊതുദർശനം നടന്ന വേദിക്ക് സ്ഥലത്തിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള ജെൻസന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആണ്ടൂരിലെ. അവിടെ ഇവിടെയും നാട്ടുകാർ ഉൾപ്പെടെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ ഇവിടെ അദ്ദേഹത്തെ അവസാനമായി നോക്ക് കണ്ടു. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. പ്രിയപ്പെട്ടവരെല്ലാം തന്നെ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ജെൻസനോട് അവസാനമായി യാത്ര പറഞ്ഞ് മടങ്ങുന്നത്. ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ നാട്ടുകാരെല്ലാവരും കണ്ണീരണിഞ്ഞാണ് മടങ്ങുന്നത്. പ്രിയപ്പെട്ട ജെൻസൻ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ. ജെൻസൻ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട, വളരെ സജീവമായി പല കാര്യങ്ങളിലും നാടിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴെല്ലാം ഇറങ്ങി പുറപ്പെടുന്ന ഒരു യുവാവായിരുന്നു ജെൻസൻ. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും നാം അത് കണ്ടതാണ്. ജെൻസന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രുതിയുടെ ബന്ധുക്കളും അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലും അവിടേക്ക് എത്തി. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്തയാളാണ് ജെൻസൻ. അതോടൊപ്പം ശ്രുതിയുടെ കൈപിടിച്ച് ശ്രുതിക്ക് ആശ്വാസമായി, എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ശ്രുതിക്ക് വലിയൊരു ആശ്വാസവും സ്നേഹ സാന്നിധ്യവുമായി ഒപ്പമുണ്ടായിരുന്നു ജെൻസൻ. ശ്രുതിക്ക് ഒരു വേള പോലും, ഒരു നിമിഷം പോലും ആ ഓർമ്മകളിലേക്ക് മടങ്ങാതിരിക്കാൻ സജീവമായി, അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥമായി ശ്രമിച്ച ജെൻസന്റെ ആ കാഴ്ച, ആ വലിയ ദുരന്തത്തിന്റെ മഹാസങ്കടത്തിന്റെ കാഴ്ചകളിലെല്ലാം നമുക്ക് വലിയൊരു ആശ്വാസം പകർന്ന ഒരു ദൃശ്യമായിരുന്നു. ആ ഉറപ്പ്, ആ സ്നേഹത്തിന്റെ, ആ മഹാസ്നേഹത്തിന്റെ ആ അനുഭവം എത്ര വാക്കുകൾ കൊണ്ട് പങ്കുവെക്കാനാവുന്നതല്ല. എങ്കിലും അത് പറയാതെ പോകുന്നതും അത് പറയാതിരിക്കുവാനും കഴിയില്ല. അത്രയും മനോഹരമായിരുന്നു ശ്രുതിയുടെയും ജെൻസന്റെയും സ്നേഹം. ജെൻസൻ ചേർത്ത് നിർത്തിയത് നിരാലംബയായ ഒരു അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ അതികഠിനമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ശ്രുതിയെ ആയിരുന്നു. തന്റെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ശ്രുതിക്ക് ആ ഘട്ടത്തിൽ. ഉൾപൊട്ടലിൽ ശ്രുതി ആ സമയത്ത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ ദുരന്തത്തിൽ നിന്ന് ശ്രുതി രക്ഷപ്പെട്ടത്. ശ്രുതി കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ശ്രുതി ഇവിടെ ഇല്ലാതിരുന്നത്. എന്നാൽ ശ്രുതിയുടെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഏതാണ്ട് 1 മാസം മുൻപ് മാത്രമാണ് ശ്രുതിയുടെ പിതാവ് പുതിയ വീട് വെച്ചത്. അവിടെ ഗൃഹപ്രവേശ ചടങ്ങ് ഉൾപ്പെടെ നടന്നിരുന്നു. അതോടൊപ്പം ഈ വിവാഹം ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ആ വീട്ടിൽ നടന്നിരുന്നു. ആ 1 മാസത്തിന് ശേഷമാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ഈ സെപ്റ്റംബറിൽ, ഈ മാസമാണ്
ശ്രുതിയുടെയും ജെൻസിന്റെയും വിവാഹം നടക്കാനിരുന്നത്. അത്രയും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദുരന്തങ്ങൾ ശ്രുതിക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാകരമായ സാഹചര്യം. ശ്രുതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പ്രിയപ്പെട്ടവർ അമ്മ സബിത ഉൾപ്പെടെ ആ ദുരന്തത്തിൽ മരിച്ചു. അച്ഛൻ, സഹോദരി ശ്രേയ, അച്ഛന്റെ സഹോദരങ്ങൾ അവരെല്ലാം ആ ദുരന്തത്തിൽ മരണപ്പെട്ടു. തന്റെ കുടുംബത്തിൽ 9 പേരാണ് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. ആ ദുരന്തത്തിന്റെ ഒരു വലിയ ആഘാതം മറികടന്നെത്തിയ ശ്രുതിക്ക് ജെൻസനായിരുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത്. ആ കരുത്താണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ശ്രുതിയെ വിട്ട് പോകുന്നത് എന്നുള്ളതും സങ്കടകരമാണ്. എങ്കിലും ശ്രുതിക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു കരുത്ത് പകർന്നാണ് ശ്രുതിയുടെ സമീപം അല്ലെങ്കിൽ ശ്രുതിക്ക് ആശ്വാസവുമായി പ്രിയപ്പെട്ടവരെല്ലാം എത്തുന്നത്. ജെൻസിനോടുള്ള സ്നേഹവും അതുതന്നെയാണ്. ഏതായാലും ജെൻസന്റെ മൃതശരീരം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ വീട്ടിൽ നടക്കുകയാണ്. അതിനുശേഷമാണ് തൊട്ടടുത്ത നിത്യസഹായ മാതാ പള്ളിയിലേക്ക് ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോവുക. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയും ചില മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഉൾപ്പെടെ നടക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അനൂപ്, ഒരിക്കൽ പോലും ഈ ജെൻസനെയോ ശ്രുതിയെയോ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ അത്രയേറെ സങ്കടം, നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള സങ്കടങ്ങൾ നമ്മളെല്ലാവരും ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാരെല്ലാം തന്നെ ജെൻസന് യാത്രാമൊഴിയേകാൻ അവിടെ എത്തിയിട്ടുണ്ടാകുമല്ലേ? ഇവിടേക്ക് എത്തിയത് പൊതുദർശന സ്ഥലത്ത് ഉൾപ്പെടെ പൊതുദർശനത്തിലേക്ക് ആ ഗ്രാമത്തിലെ ആളുകൾ മാത്രമല്ല, ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിയത്. എല്ലാവരും ഒരേ ദുഃഖത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട ജെൻസന്റെ വിയോഗം എല്ലാവരെയും അതീവ ദുഃഖത്തിൽ ആഴ്ത്തിയിരുന്നു. ആ ഗ്രാമത്തെ മാത്രമല്ല, വയനാട്ടിൽ പൊതുവിൽ ജെൻസനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. ശ്രുതിയുടെ ആ സാഹചര്യവും ശ്രുതിയെ ചേർത്തിയ ജെൻസനുമെല്ലാം ആ ഘട്ടത്തിൽ എല്ലാവരിലേക്കും പകർന്നൊരു വാർത്ത കൂടിയായിരുന്നു. എല്ലാവരിലും ആ ജെൻസനെ കുറിച്ചുള്ള ആഹ്ലാദകരമായ ഓർമ്മകൾ നിലനിൽക്കെയാണ് ഈ ദുരന്തം എത്തിയത്. എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞൊരു അനുഭവമായിരുന്നു ആ അപകടത്തിൽ ജെൻസന് പരിക്കേറ്റപ്പോൾ മുതൽ ഏത് വിധേനയും ഇദ്ദേഹം ജെൻസൺ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി പോന്നിരുന്നത്. അത് വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യം നല്ല വഷളാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി. അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചത് ജെൻസൺ ശ്രുതിക്ക് കരുത്തായി, ശ്രുതിയുടെ വിഷമങ്ങൾക്ക്, ശ്രുതിയുടെ വേദനകൾക്ക് ആശ്വാസമായി, പ്രതീക്ഷയായി ജെൻസൺ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ വിഫലമാക്കിയാണ് ജെൻസൺ മടങ്ങുന്നത്. എല്ലാ ശ്രമങ്ങളും നടത്തി ജെൻസന്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം വിഫലമാവുകയായിരുന്നു. ആ അപകടത്തിന്റെ അതിന്റെ ആഘാതം അത്രയും വലുതായിരുന്നു. ജെൻസനായിരുന്നു ആ വാൻ ഓടിച്ചിരുന്നത്. ജെൻസൺ എന്ന ഭാഗമാണ് ഈ സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. കുടുംബാംഗങ്ങളെയും ജെൻസനെയും എല്ലാം വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തു വെക്കേണ്ടി വന്നത് എന്നതാണ് അതിന്റെ ആഘാതം വ്യക്തമാക്കുന്നത്. എങ്കിലും നാം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ജെൻസൺ തിരിച്ചെത്തുമെന്ന് തന്നെയായിരുന്നു അവസാന ഘട്ടത്തിൽ പോലും നാം എല്ലാം പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷകൾ വിഫലമാക്കിയാണ് ജെൻസൺ മടങ്ങുന്നത്. ഈ നാടൊന്നാകെ ജെൻസന് വിട പറയുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ കൂടി പൂർത്തിയാവും. അനൂപ്, വളരെ ദുഃഖഭരിതമായ ഒരു അവസ്ഥയാണ്. അത്രത്തോളം സങ്കടം നമ്മളെല്ലാവർക്കും ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് കണ്ണിൻ്റെ മുൻപിൽ അനൂപിന് കണ്ടു നിൽക്കേണ്ടി വരുന്നത് എന്നുള്ള അവസ്ഥയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു സങ്കടാവസ്ഥയെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഒരു നാടൊന്നാകെ ജെൻസന് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്ന ഒരു സാഹചര്യമാണ്. ശ്രുതിയെ ഓർത്താണ് കൂടുതൽ സങ്കടം. എങ്ങനെ ആ കുട്ടി ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല. കാരണം ഇന്നലെ വൈകിട്ടായാലും ഇന്ന് അല്പസമയം മുൻപ് ജെൻസന്റെ യാത്രാമൊഴിയേകാൻ ശ്രുതി വന്നപ്പോഴായാലും തീർത്തും നിർവികാരമായ ഒരു മുഖഭാവത്തോടു കൂടി ശ്രുതി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എങ്ങനെ ആ കുട്ടി ഈ ഒരു സത്യത്തെ സത്യത്തിൽ തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിലേക്ക് മുന്നോട്ട് തിരിച്ചു വരാൻ ഈ നാട് മൊത്തം ശ്രുതിക്കൊപ്പം ഉണ്ട്. എന്തായാലും ഞങ്ങൾ എല്ലാവരും ശ്രുതിയെ ചേർത്ത് പിടിക്കും. തീർച്ചയായും ആരും കൈവിടില്ല. ശ്രുതിയോടൊപ്പം തന്നെയാണ് ഈ കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴുള്ളത്. എങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ ശ്രുതി ചികിത്സയിലാണ്. ഇന്നലെ ശസ്ത്രക്രിയ കഴിഞ്ഞതേ ഉള്ളൂ. ജെൻസനെ കണ്ട് ശ്രുതി ഹോസ്പിറ്റലിലേക്കാണോ മടങ്ങിയത്? പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ്
ശ്രുതിയെ അവസാനമായി മൃതദേഹം കാണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ശ്രുതിക്കും അത്തരത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒടുവിലായി ജെൻസൺ പിരിയുമ്പോൾ ഒടുവിലായി അദ്ദേഹത്തെ കാണുക എന്നുള്ളത്. അതിനായി ശ്രുതി ചികിത്സയിൽ കഴിയുന്നത് അപകടത്തെ തുടർന്ന് കൽപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രുതിക്ക്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ICUയിലേക്കാണ് പ്രത്യേകമായ ശ്രുതി ചികിത്സയിൽ കഴിയുന്ന ഹോസ്പിറ്റലിലെ ICUയിലേക്കാണ് ഈ മൃതദേഹം എത്തിച്ചത്. അത് വളരെ ഹൃദയഭേദകമായ, വളരെ അസാധാരണമായ ഒരു അനുഭവമായിരുന്നു. അത് അവിടേക്ക് ശ്രുതി ചികിത്സയിൽ കഴിയുന്ന ICUയിലേക്ക് ജെൻസന്റെ മൃതദേഹം എത്തിക്കുക എന്നുള്ളത് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം വലിയ ദുഃഖത്തിലായിത്തീരുന്നു. വളരെ ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. തുടരെയുണ്ടായ ആ ദുരന്തങ്ങൾ പെൺകുട്ടി അതിജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോഴും തന്റെ പ്രിയപ്പെട്ട ജെൻസനെ ഒരു നോക്ക് കാണാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. എല്ലാം അതിജീവിച്ച് തിരിച്ചു വരാനുള്ള കരുത്ത് ശ്രുതിക്കുണ്ടാവട്ടെ. അവിടെ നിന്ന് അവിടെ നിന്നാണ് ജെൻസന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞതുപോലെ ഈ നാടൊന്നാകെ ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പ് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രുതിക്ക് നൽകാനാവുക. അത് ആത്മാർത്ഥമായി ആ ഉറപ്പ് നിൽക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാം ഇനി ചെയ്യാനുള്ളത്.